കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് CPM ഒരുപാട് നാടകങ്ങൾ കാണിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട നാടകമായിരുന്നു ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിൻ്റെ കഴുത്തുളുക്ക് നാടകം. ആ നാടകം 8 നിലയിൽ അപ്പോൾ തന്നെ പൊട്ടിയിട്ടും അതേ തൂങ്ങിക്കിടന്ന് അതിന്മേൽ മുതലെടുക്കാൻ വലിയ ശ്രമം ഈ പാർട്ടിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയിലും ഈ കഴുത്തുളുക്കിന് വലിയൊരു പങ്കുണ്ട്. അതെ, ആ കഴുത്തുളുക്ക് നാടകം അത് അപ്പം തന്നെ പൊളിഞ്ഞതാണ്. കാരണം ലൈവായിട്ട് ജനങ്ങൾ കണ്ടതാണ് കഴുത്തുളുക്ക് വീണയുടെ കഴുത്തുളുക്ക് നാടകം കള്ളത്തരമാണ് എന്നുള്ളത്. പക്ഷേ MV ജയരാജനെയും MV ഗോവിന്ദനെയും പിന്നെ വേറെ ആരായിരുന്നു, പിണറായി വിജയൻ, ഷംസീർ, ഇവരെയൊക്കെ പോലെ തന്നെ ഇവരൊരുപാട് നുണ പ്രചരിപ്പിച്ചു. അവസാനം ഇത് പൊളിഞ്ഞു. വെറുതെ 5 പിള്ളേരെ പിടിച്ച് അകത്തിട്ട് അവർ 14 ദിവസം വരെ റിമാൻഡ് ചെയ്ത്, കള്ളക്കേസിൽ കുടുക്കി റിമാൻഡ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് വീണ ജോർജ്, കഴുത്തുളുക്കി നാടകത്തിലെ നായിക കഴുത്തുളുക്കി വീണ ജോർജ് 8 നില പൊട്ടി. കഴിഞ്ഞ തവണ കിട്ടിയ അതേ ഭൂരിപക്ഷത്തിൽ, രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ വീണ ജോർജ് വിജയിച്ചപ്പോൾ കിട്ടിയ അതേ ഭൂരിപക്ഷത്തിൽ ഇത്തവണ അബിൻ വർക്കിയോട് തോൽക്കുകയും ചെയ്തു. ഇപ്പം അതാണ്ട് അതേപോലെ ഒരു വലിയ നാടകം, അത് വലിയ നാടകം എന്ന് പറഞ്ഞാൽ ഗുരുതരമായ ഒരു നാടകം തന്നെയാണ് ഇവരിവിടെ നടത്തിയത്. ഗുരുതരമായ ഒരു കുറ്റകൃത്യമായിട്ട് തന്നെ അതിനെ വിശേഷിപ്പിക്കണം. കാരണം SFI ഇന്നലെ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ പോലീസ് അവരെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞു എന്നൊരു പ്രചാരണം അവർ അടിച്ചുവിട്ടു. ദേശാഭിമാനി, കൈരളി, ഇടത് സൈബർ ഹാൻഡിൽ, ഇവരുടെ നേതാക്കളെല്ലാം ഈ ബ്ലേഡ് സഹിതം, പടം സഹിതം, എന്നിട്ട് ഒരു പയ്യന്റെ പുറം കാണിച്ചിട്ട് കണ്ടോ ബ്ലേഡ് വെച്ച് വരഞ്ഞതാണെന്നും പറഞ്ഞ്. പോലീസിന് വേറെ ഒരു ആയുധവും കിട്ടില്ല ബ്ലേഡ് അല്ലാതെ. അതാണ് ഇവര് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പോലീസാണ് ചെയ്തതെങ്കിൽ പോലും നിയമന്മാർ പറഞ്ഞാലും വിശ്വസിക്കില്ല. അല്ല, അതാണ് അതിന്റെ പ്രശ്നം. അപ്പോൾ ഇന്നിപ്പോൾ പോലീസ് എന്ത് ചെയ്തു? പോലീസ് ഈ പ്രചരണത്തിനെതിരെ കേസെടുത്തു. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദും സെക്രട്ടറി സഞ്ജീവ് ഈ പച്ചക്കള്ളം പ്രചരിപ്പിച്ച ഈ ആശാന്മാർ സഹിതം നിരവധി പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാത്തതടക്കം ഗുരുതരമായ വകുപ്പുകളിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഇനി ഒളിവിൽ പോകാനുള്ള, ഇനി ഇവരുടെ ഓട്ടമാണ്. ഇത്രയും നാൾ ഇവർ നാട്ടുകാരെയല്ലേ ഓടിച്ചോണ്ടിരുന്നത്. ഇനി യുവന്മാരുടെ ഓട്ടമാണ്, ഒളിച്ചോട്ടമാണ്. ഇനി ഒളിവിൽ പോകാൻ വേണ്ടി കഴുത്തുളുക്ക് നാടകത്തിന് ശേഷം അതിനേക്കാൾ ഗ്രേഡ് കൂടിയ കള്ളത്തര നാടകമായിരുന്നു ഈ ബ്ലേഡ് നാടകം. അതിന് രാഹുൽ, അത് പ്രതീകാത്മകവുമാണ്. കാരണം ഇവർക്ക് പലർക്കും ബ്ലേഡ് പൈസ കൊടുക്കുന്ന പരിപാടിയുണ്ട്. ഈ പല കഞ്ചാവ് വെട്ടിക്കുക പൈസ കൊണ്ടൊക്കെ തന്നെ ബ്ലേഡിന് പൈസ കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രതീകാത്മകമായി അവർ ബ്ലേഡും കൊണ്ട് വന്നായിരിക്കാനുള്ള സാധ്യത. അത് ബ്ലേഡ് സലാം എന്ന് പറഞ്ഞ് രാഹുൽ വാഗോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഈ അങ്ങനെ ആ പരിപാടിയും പൊളിഞ്ഞു. ഇവന്മാർക്കെതിരെ കേസുമായി. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സർക്കാർ സംവിധാനമാണ് പോലീസ് എന്ന് പറഞ്ഞാൽ. നിയമപരമായിട്ടുള്ള പോലീസ് മാനുവലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ ഒരു പ്രതിഷേധത്തെ അടിച്ചമർത്താൻ കഴിയൂ. ഇത് പുതിയ ബ്ലേഡ് തന്നെയാണോ വല്ല ബാർബർ ഷോപ്പിൽ നിന്ന് അടിച്ചു മാറ്റിയതാണോ എന്ന് അറിയാൻ പറ്റില്ല. ഇനി എന്തൊക്കെ വരുമെന്നുള്ളത് അറിയത്തില്ല. എന്താണെങ്കിലും ഈ ബ്ലേഡ് അവിടെ കണ്ടെത്തി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ ബ്ലേഡ് കൊണ്ടുവന്നത് SFIക്കാർ തന്നെയാണ്. അത് പോലീസ് കണ്ടുപിടിച്ചു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചാനൽ ക്യാമറകളിലും പോലീസിൻ്റെ തന്നെ സ്വന്തം ക്യാമറ ഷൂട്ടുണ്ടല്ലോ, അതിലും SFIക്കാർ ബ്ലേഡുമായിട്ട് വന്നത് കണ്ടുപിടിച്ചു. ഇവർ ഈ ബ്ലേഡ് കൊണ്ടുവന്ന് ബാരിക്കേഡ് കൂട്ടിക്കെട്ടുന്ന വടമുണ്ടല്ലോ, ആ വടം അറുത്ത് മാറ്റാൻ വേണ്ടിയാണ്. ഈ ബ്ലേഡ് വെച്ച് അറുത്തിട്ട് ഈ വടങ്ങൾ തമ്മിലുള്ള കെട്ട് അഴിച്ചു വിട്ടാൽ, ഈ ബാരിക്കേഡ് തമ്മിലുള്ള കെട്ട് അഴിച്ചു വിട്ടാൽ ഈ ബാരിക്കേഡ് തകർന്ന് താഴെ വീഴും. അപ്പോൾ അതിന് മേളിൽ കൂടി ഇവർക്ക് സെക്രട്ടേറിയറ്റിലേക്ക് തള്ളിക്കയറാം എന്നുള്ള ഇതിലാണ് വന്നത്. പോലീസ് ജലവീരങ്കി എടുത്തിട്ട് ഒരുത്തൻ്റെ പാൻറ് ഊരിപ്പോകുന്ന ഒരു പടം എവിടെയോ കണ്ടു. അടിവസ്ത്രം ഇല്ല, പറന്ന പടി നിൽക്കുകയാണ്. വിശ്വാസമല്ല പണ്ട് ചെകുവിന്റെ ആളാണ് അവർ അരാജകത്വത്തിൽ വിശ്വസിക്കുന്നത്. ബാക്കിൽ നിന്ന് ഇങ്ങനെയുള്ള പടം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും ഈ SFIക്കാർ മൊത്തം ഇപ്പം അകത്തു പോകും. നമ്മുടെ ED ആക്രമണത്തിന് ശേഷം തെറ്റിദ്ധരിപ്പിക്കുന്നു. ഈ ബ്ലേഡ് ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പം CCTV ദൃശ്യങ്ങൾ എടുത്തപ്പോൾ എന്താ, ശമാർ ബ്ലേഡുമായിട്ട് വരുന്നു, ഇത് അറക്കുന്നു, എന്നിട്ട് യുവമാർ ഈ ബ്ലേഡ് അവിടെ കളഞ്ഞിട്ട് പോകുന്നു. അത് പോലീസ് കണ്ടെടുത്തപ്പോൾ എന്തായി, നേരെ ഇതെങ്ങനെ നമുക്കറിയത്തില്ല, ഈ ചെറുപ്പക്കാരുടെ പുറത്ത് യുവമാർ ബ്ലേഡ് വെച്ച് വരഞ്ഞതായിരിക്കും. സ്വന്തം പാർട്ടിക്കാരെ പിടിച്ചു വെച്ചിട്ട് വരഞ്ഞതായിരിക്കാനാണ് സാധ്യത. പണ്ട് ഇവർ ചാപ്പകുത്തായിരുന്നു, യൂണിവേഴ്സിറ്റി കോളേജ് ചാപ്പകുത്തിയ കഥ ഓർക്കുന്നുണ്ടായിരുന്നു. പലയിടത്തും സംഭവിച്ചിട്ടുണ്ട് ചാപ്പകുത്തുമായിരുന്നു. അതായത് കോമ്പസ് വെച്ച് അല്ലേ, SFI ഈ പുനലൂരുള്ള ഒരാളായിരുന്നു, പുനലൂരുള്ള ഒരു പയ്യനായിരുന്നു ഇവന്മാർ ചാപ്പ കുത്തിയത്. അപ്പം ഇവന്മാർ എന്ത് തെണ്ടിത്തരവും കാണിക്കും, അങ്ങനെ വേണം പറയാൻ. അല്ലാതെ നമ്മളത് അതിനെ നമ്മൾ വിശേഷിപ്പിക്കാൻ വേറെ വാക്കറിയാം. നമ്മുടെ സന്ദേശ സിനിമയിൽ താത്വികാചാര്യം പറയുന്നുണ്ട്, പോലീസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തോക്കൊണ്ട് വരുമ്പോൾ നമ്മൾ കല്ലുകൾ, ഓർമ്മയില്ലേ, കല്ല് പറക്കെറിയും. നമ്മൾ കല്ല് പറക്കി വരെ എറിഞ്ഞ് അവരെ പരാജയപ്പെടുത്തുക. പണ്ട് പുന്നപ്പുറ വയലാർ സമയത്തിന് പാവങ്ങളെ നിറത്തോക്കൻ്റെ മുന്നിലോട്ടെ മറ്റേ കമുക് ചെത്തിച്ചീവി ഭാര്യക്കുന്തോ കൊണ്ട് പറഞ്ഞ യോഗ്യന്മാരാണ്. എന്നിട്ട് അവർ മുങ്ങി ഇവരെ വാക്കും വിശ്വസിച്ചുകൊണ്ട് ചെന്ന് കയറി കൊടുത്തവരെല്ലാവരും വെടികൊണ്ട് മരിച്ചു. അപ്പൊ ഈ പറഞ്ഞ പോലെ ബ്ലേഡിന്റെ പീസ് കൊണ്ടിരുന്നു, ഇത് വെച്ച് അറക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. പിടിച്ചു കഴിഞ്ഞപ്പോൾ അത് നേരെ, എന്നിട്ട് നമ്മുടെ റഹീമുണ്ടല്ലോ,
നമ്മുടെ ഇംഗ്ലീഷ് വിദഗ്ധൻ, അതെ. അദ്ദേഹം കാന്യു അദ്ദേഹം വന്നിട്ട് പറയാണ്, ഞങ്ങൾ കുപ്പിയിൽ പിന്നെ ചുവന്ന കളറുമായും ബ്ലേഡുമായിട്ടും പോകാറില്ല, അത് ഞങ്ങളുടെ രീതിയല്ല, KSUക്കാരനാണ്. അല്ല, അത് പണ്ട് പാലക്കാട് നമ്മൾ കണ്ടതാണല്ലോ, ലെനൻ കൃഷ്ണദാസും എല്ലാവരും കൂടെ ചേർന്ന് ശിവസമേനന്റെ ദേഹത്തുണ്ടായ ചോര എല്ലാം കൂടെ സ്വന്തം ദേഹത്ത് വാരി പൂശണ ഒരു നിലവിളിക്കുന്നുണ്ട്. അതാണ്. അപ്പം ഇതിന് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം കൊടുത്ത പേരാണ് ബ്ലേഡ് സലാം. ബ്ലേഡ് സലാം, ആ പേര് നല്ലതായിട്ട് ഓർക്കും. ലാൽ സലാം, ബ്ലേഡ് സലാം. അപ്പം ഈ ബ്ലേഡ് കൊണ്ടുവന്നതെന്ന് പോലീസ് പ്രതിക്കൂട്ടിലായ സ്ഥിതിക്ക് പോലീസ് തന്നെ ഇറങ്ങിയപ്പോൾ ബ്ലേഡ് കൊണ്ടുവന്ന് ആശാന്മാരെ കണ്ടു, എല്ലാം തൂക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഇനി യുവമാർക്ക് കുറച്ച് നാളകത്ത് കിടക്കാം. ഇനി അടുത്ത മന്ത്രി അപ്പൂപ്പൻ ഇറങ്ങും. ഈ പിടിച്ചോണ്ടിയ പാവപ്പെട്ട വീട്ടിലുള്ളവനായിരിക്കുമല്ലോ ഈ ബ്ലേഡ് കൊണ്ട് വന്നവൻ. അവൻ്റെ വീട്ടിൻ്റെ ഉൾഭാഗത്തിൻ്റെ ചിത്രങ്ങളും മറ്റുമൊക്കെ എടുത്ത് ഇനി അങ്ങനെ ചെയ്യില്ലായിരിക്കും. സ്വന്തം കൊട്ടാരത്തിൻ്റെ പടം വന്നതോടുകൂടി മന്ത്രി അപ്പൂപ്പൻ അതിൽ പെട്ടുപോയി. എന്തിറക്കി വിട്ടാലും നേരെ തിരിച്ച് ബൂമറാങ് പോലെ സ്വന്തം ആസനത്തിൽ വന്ന് പതിക്കുകയാണ്, എന്നിട്ട് അവിടെ പൊട്ടിത്തെറിക്കും. അതാണ് രസം. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കപട നാടകമാടാൻ CPM-നെയും അതിന്റെ പോഷക സംഘടനയും കഴിഞ്ഞേ ഉള്ളൂ, അറിയാമല്ലോ. അല്ല, പക്ഷേ ഈ പണ്ടത്തെ പോലെ ഇപ്പൊ പൊളിഞ്ഞു പോകുന്നേ. പണ്ട് ആള് വിശ്വസിക്കും, ഇവർ കാണിക്കുന്നേക്കെ, ഇവരെ വിശ്വസിക്കും. ക്യാമറ വന്നതോടെയാണല്ലോ എല്ലാവരുടെ കയ്യിൽ നല്ല ഗംഭീര മൊബൈൽ ഇരിപ്പുണ്ട്. അതായത് നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലെ ഒടിയൻ, മാടൻ, മറുത തുടങ്ങിയ ദുർദേവതകൾ അപ്രത്യക്ഷമായത് ഗ്രാമാന്തരങ്ങളിൽ വഴിവിളക്ക് തെളിഞ്ഞതോടെയാണ്. കേട്ടിട്ടില്ലേ? നേരത്തെ ഏതെങ്കിലും വഴിയോടെ പോകുന്നതിനെ ഒരുത്തർ തല്ലിക്കൊന്നിട്ട് പറയാം ഒടിയൻ കൊന്നതാന്ന് പറയാം, ഒടിയൻ ഒടിച്ചു കൊന്നു, അല്ലെങ്കിൽ മാടൻ അടിച്ചതാണ്, മറുത അടിച്ചതാണ്, ചെകുത്താൻ കയറിയതാണ് എന്നൊക്കെ പറഞ്ഞ് വിടുമായിരുന്നു. എന്ന് ഇലക്ട്രിസിറ്റി കേരളത്തിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഈ ഒരിടത്ത് സിനിമയുടെ കഥ ഇതല്ലേ, അപ്പൊ ഈ കുഗ്രാമത്തിലേക്ക് ഈ ഇലക്ട്രിസിറ്റി വന്ന് തെരുവ് വിളക്കുകൾ വഴിനീളെ തെളിയാൻ തുടങ്ങിയതോടെ ഈ മാടനും മറുതയും ഒടിയനും ഒക്കെ ഒരിക്കലേ ഈ ഒടിയന്മാരുണ്ടല്ലോ, ഈ ഒടിയന്മാർ കഥാപാത്രങ്ങളാണല്ലോ. അപ്പൊ ഈ ഒടിയനെ കുറിച്ച് ഒരിക്കലും പണ്ട് എവിടെയോ ആരോ സാഹിത്യകാരൻ എഴുതിയിരുന്നതാണ്. വീട്ടി ഭട്ടതിരിപ്പാട് അദ്ദേഹം പറഞ്ഞ കാര്യമാണെന്നാണ്. ഒരിക്കലും അദ്ദേഹം ഒരു ഒടിയൻ സംസാരിച്ച കൂട്ടത്തിൽ ഒടിയൻ്റെ ചോദിച്ചത്, എന്താണ് നിങ്ങളെ രീതി എങ്ങനെയാണെന്ന്. രീതി ഒന്നുമില്ല, തലക്കാട്ടി ഞാനേ കൊല്ലുന്നു, അത് എന്നെ പരിപാടി, ഇത് തന്നെ ഒടിയൻ. അന്ന് ഒടിയനെ പോലീസൊന്നും പിടിക്കുന്ന അവസ്ഥയിൽ ഇത് ഒടിയൻ എന്ന് പറഞ്ഞാൽ അജ്ഞാത ശക്തിയാണ് നമ്മൾ എല്ലാവരും കരുതിയത്. പിന്നെ ചിലരാണെങ്കിൽ ഈ രഹസ്യ സംബന്ധത്തിന് പോകാൻ വേണ്ടി ഈ ഒരു കഥമനെ ഇവരൊരു വേറൊരു രൂപത്തിലൊക്കെ എടുത്ത്, ഇപ്പൊ ജഗതി കിളിച്ചുണ്ടൻ മാമ്പഴ സിനിമയിൽ ജഗതി ഇങ്ങനെ എന്താ കാല് തളർത്തി എന്തിനാ ഒളിസേവയ്ക്ക് പോവാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അന്ന് അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാരാണ് അവരൊക്കെ. അങ്ങനെ ചില ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു, ആധുനിക യുഗത്തില് ക്യാമറ എല്ലായിടത്തും മുക്കിലും മൂലയിലും വന്നതോടെ ഈ CPM-ന്റെയും അവരുടെ പോഷക സംഘടനയും പച്ചക്കള്ളം പറച്ചിലും തട്ടിപ്പും ഉടനടി പൊളിച്ചെടുക്കുകയാണ്. അന്നേരം ഓൺ ദ സ്പോട്ട്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് ഇത്രയും നല്ല മനോഹരമായ ഫലം അവർക്ക് കിട്ടിയത്. ജനത്തിന്റെ കാര്യം തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഈ അടി കിട്ടിയത്. നമ്മളെ ഈ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ രസകരമായ സാധനമല്ലേ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് KC വേണുഗോപാലിന്റെ ബോർഡ് എടുത്ത ഒരു CPM-കാരൻ കൊണ്ട് അവരുടെ പാർട്ടി ഓഫീസിന് മുമ്പിൽ കോൺഗ്രസിനെ മുഖ്യമന്ത്രിയാക്കാന്ന് പറഞ്ഞ് കൊണ്ടുവച്ചു. അവസാനം ഇദ്ദേഹം അറിഞ്ഞില്ല ഇവിടെ ഇതിരിപ്പുണ്ടെന്നുള്ളത്. അതേ പിടിച്ചു കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ മനഃപൂർവ്വം ഇവിടെ വഴക്കുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്, ഇവന്മാർ തമ്മിൽ അടിക്കട്ടെ എന്ന് കരുതി ഉണ്ടാക്കിയതാണ്. CCTV ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇതുപോലെയാണ് ഓരോ സ്ഥലത്തും. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ വർഷം ഈ വർഷം കണ്ട ഏറ്റവും വലിയ കള്ളത്തരം വീണയുടെ കഴുത്തുളുക്കായിരുന്നു. ആ കഴുത്തുളുക്ക് പൊളിഞ്ഞു. കഴുത്തുളുക്ക് പൊളിഞ്ഞതിന് പിന്നാലെ സമാന രീതിയിൽ ബ്ലേഡ് സലാം നാടകവും പൊളിഞ്ഞു. നമുക്കറിയാം, നാക്കെടുത്ത കള്ളം മാത്രം പറയുന്ന ഒരു പഴയ പ്രത്യേക ആക്ഷനും ഒക്കെ ഇതിൽപ്പെട്ടതാണ്. അതല്ലേ മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം നിയമസഭയെ നിർത്തിപ്പൊരിച്ചത്. കഴിഞ്ഞ നിയമസഭയിൽ വെച്ച് മാത്യു കുഴൽനാടനെ പേരെടുത്ത് പറഞ്ഞ് ആക്രമിച്ച ആളാണ് പിണറായി വിജയൻ. അയാളുടെ മകൾക്കെതിരെ പറഞ്ഞു എന്നും പറഞ്ഞു. ആ പിണറായി വിജയനെ നോക്കി കൈ ചൂണ്ടി ഇത്തവണ സംസാരിച്ചു മാത്യു കുഴൽനാടൻ. ഞാൻ പറഞ്ഞതിനകത്ത് എന്തായിരുന്നു തെറ്റ്? ഇപ്പൊ എല്ലാം ശരിയായി വന്നില്ലേ? നിങ്ങളുടെ അത്രയും കള്ളം പറയുന്ന ഒരാൾ ഈ കേരള നിയമസഭയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കളിച്ചുപോയത്. അപ്പം അങ്ങനെ തന്നെ ഈ പറഞ്ഞ SFI-കാരുടെ ഈ ബ്ലേഡ് നാടകം, ഒടിഞ്ഞുപോയ ബ്ലേഡ് വല്ല ബാർബർ ഷോപ്പിൽ നിന്ന് ഈ പറഞ്ഞ പോലെ പറക്കിക്കൊണ്ട് വന്നാണോ എന്ന് അറിയില്ല. അടുത്തെങ്ങാനും ബാർബർ ഷോപ്പ് ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അവിടെ നിന്നെങ്ങാനും ചെന്ന് അവര് സിംഗിൾ യൂസ് ആണല്ലോ ബ്ലേഡ്. ആ സാധനത്തിൽ അതിന് പക്ഷേ അപ്പോഴും നല്ല മൂർച്ചയാണ്. ഈ മൂർച്ചയുള്ള ഇതും കൊണ്ട് വന്ന് ഇവന്മാർ ഈ ബാരിക്കേഡ് അറുത്തിട്ടിട്ട് അതിന് മേളിൽ കൂടെ അകത്ത് കയറാൻ വേണ്ടിയുള്ള കള്ളന്മാര് കവർച്ചക്കാർ കയ്യിൽ ബ്ലേഡ് ഉപയോഗിക്കുമെന്ന് പറയും. അവര് വിരലിന്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് ബാഗ് കീറാൻ ഒരു ഉപയോഗിക്കുമെന്ന് പറയും. അപ്പൊ ഈ കക്ഷിയൊക്കെ ആ പണി ഉണ്ടോന്നുള്ള അന്വേഷിക്കേണ്ടി വരും. വീണ ജോർജിന്റെ കൈ പിടിച്ച് തിരിച്ചു, കഴുത്ത് പിടിച്ചൊടിച്ചു, എന്തൊക്കെയായിരുന്നു. ക്യൂബയിലായിരുന്നല്ലോ അവര് കൂടുതൽ സമയം. അതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാക്കിയ
കള്ളത്തരം. ഇത്രയും ക്യാമറകൾ, 100 കണക്കിന് ക്യാമറകൾ മുന്നിൽ എല്ലാവരും കാണെ നടന്ന ഒരു സംഭവം പോലും അങ്ങനെ അല്ലെന്ന് പ്രചരിപ്പിച്ച് വരുത്തി തീർത്തി വരും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ മുന്നിലൂടെ ഇത് പോകുമ്പോ നമ്മുടെ MP ജയരാജൻ വന്നിട്ട് കണ്ടോ 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 ആ കറുത്തന്നെ ഇടയ്ക്കൂടെ മാരകായുധം കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആടിനെ പാട്ടിയാക്കാൻ ഇവരെ കഴിഞ്ഞേ ഉള്ളൂ. അല്ല, ഈ വിപ്ലവ സിംഹങ്ങളെല്ലാരും ആസ്ഥാന കോമാളികളായി മാറിക്കഴിഞ്ഞു. ഇവര് മനസ്സിലാക്കുന്നില്ല, നാട്ടുകാർക്ക് മനസ്സിലായി. ഇതിപ്പം ED ആക്രമണ കേസിന് ശേഷം അടുത്ത ഒരു സെറ്റൂടെ ജയിലിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നു. പുതിയ ജയിലുകൾ കേരളത്തിൽ അനുവദിക്കേണ്ടി വരും, ഒരുപാട് ജയിലുകൾ അനുവദിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. കാരണം യുവമാർ ഇതുപോലെ ഓരോ പരിപാടി ഒപ്പിച്ചുകൊണ്ട് ഓരോ ഫൗള് കാണിക്കാൻ രാവിലെ ഇറങ്ങും. അത് ഇതുപോലെ തന്നെ അകത്ത് പോയി കിടക്കുകയും ചെയ്യും. എന്തായാലും ഇവരെ കയ്യോടെ പിടിച്ചു, പോലീസ് കേസെടുത്തു. കേരള പോലീസിന് വരുമ്പോൾ സൂക്ഷിക്കുക, വീട്ടിൽ ബ്ലേഡ് ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി വെച്ചേക്കണം. വെറുതെ നമ്മുടെ കാശ് കൊടുത്ത് വെച്ചിരിക്കുന്ന ഷേവികളെ ബ്ലേഡ് അടിച്ചുകൊണ്ടു പോകും. എന്തായാലും കേരള പോലീസിന് അഭിവാദ്യം.